ഹലോ. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് വന്നിട്ട് UAE ഒരു പ്രമുഖ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് കമ്പനിയിലേക്കുള്ള വേക്കൻസിയാണ്. ഇത് വന്നിട്ട് ഓട്ടോ മെക്കാനിക്, ഓട്ടോ ടെക്നീഷ്യൻ രണ്ടും ഒന്ന് തന്നെയാണ്. അതിലേക്കാണ്. അത് ബൾക്ക് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അത് ഏതാ കമ്പനി, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ആ കമ്പനി ഒരു ഓട്ടോ ഡീലർഷിപ്പാണ് ദുബായിൽ. ഓക്കെ. അത് അവർ ഡീൽ ചെയ്യുന്നത് ലാൻഡ് റോവർ, ജാഗ്വാർ, ഫോർഡ്, ഫെരാരി, മസറട്ടി, പിന്നെ ഇതൊക്കെ ചൈനീസ് കാർ കമ്പനികളുമാണ്. ഓക്കെ. ഈ കമ്പനി എനിക്ക് നേരിട്ട് അറിയാം. ഞാനും UAE വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഈ കമ്പനി ഏതാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഇൻ്റർവ്യൂ ഇൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ബാംഗ്ലൂർ വെച്ച് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ തപ്പിയിട്ട് ഇതിൻ്റെ ഇമെയിൽ ID എടുത്തിട്ട് അവർക്ക് ഇമെയിൽ അയച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാംഗ്ലൂരിൽ എപ്പോഴാണോ ഇൻ്റർവ്യൂ വരുന്ന ഡീറ്റെയിൽസ്, ഹോട്ടലിൻ്റെ പേര്, കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ വരും. ആ ഇമെയിൽ വന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കുമ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ. അപ്പോൾ അതിൻ്റെ ജോബ് ID, ഈ ജോബ് ID വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലീസ് നോട്ട്. ഓക്കെ. 25,002 BC എന്ന് പറയുന്ന കോഡ്. ഓക്കെ. അപ്പോൾ അതിലെന്താ വയ്ക്കണം, ആദ്യത്തെ ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ എന്താ വയ്ക്കണം, ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, അതായത് ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ ഓട്ടോമൊബൈലിൽ. പിന്നെ ഒരു മിനിമം 3 to 5 years എക്സ്പീരിയൻസ് ആസ് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ. പിന്നെ ഉള്ളത് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ ഇലക്ട്രിക് വെഹിക്കിളാണിത്. ഓക്കെ. ഇലക്ട്രിക് വെഹിക്കിളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. ഇതിൻ്റെ ജോബ് ID വേറെയാണ്, ഇതിൻ്റെ ജോബ് ID വേറെയാണ്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. 25,000 BD ആണിത്. ഓക്കെ. BD. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം. അതും എങ്ങനെയാണ്, സെയിം ആണ്. ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ITI ഇൻ ഓട്ടോമൊബൈൽ, അത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കയ്യിൽ. 3 to 5 എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ. രണ്ടും അത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ആണ്. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ ഹെവി ബസ് ട്രക്ക്, അങ്ങനത്തെ ആൾക്കാർ. ഓക്കെ. അപ്പോൾ അതിൽ വന്നിട്ട് ജോബ് ID വേറെയാണ്. 25,002 BE ആണ്. അപ്പോൾ ഒന്ന് BC, ഒന്ന് BD, ഒന്ന് BE. ഓക്കെ. അപ്പോൾ അതിലും സെയിം ആണ്. ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, ITI വേണം. 3 to 5 years എക്സ്പീരിയൻസ് ഇൻ ഹെവി ട്രക്സ്, ബസ് ആൻഡ് കമേഴ്സ്യൽ വെഹിക്കിൾ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. നിങ്ങൾ ഇപ്പോൾ ഏത് ഫീൽഡാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ഇതാണോ, അല്ല ഇലക്ട്രിക് വെഹിക്കിളാണോ, അല്ല ബസ് ട്രക്കാണോ, ഹെവി ബസ് ട്രക്കാണോ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് വേണം ഇത് ഏതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഇനി അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഇനി അടുത്തതായിട്ട് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യും. കാരണം ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കേസായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഇൻ്റർവ്യൂ വരും. ആ സമയത്ത്, അതായത് UAE ആൾക്കാർ അവിടെ വരും. ആ സമയത്ത് നിങ്ങൾ ബാംഗ്ലൂർക്കാണ് പോകേണ്ടി വരിക. ആ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നിങ്ങളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം, ആ ബാംഗ്ലൂരിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വിസിറ്റ് ദ വെബ്സൈറ്റ്. അപ്പോൾ അതിൻ്റെ വിസിറ്റ് വെബ്സൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് ഫുൾ വീഡിയോ ഫോർ ഡീറ്റെയിൽസ്. അതായത് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണെന്നുള്ളത്. പിന്നുള്ളത് സെർച്ച് ഫോർ ജോബ് ID. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, 25,000 BD, BE, വാട്ട് എവർ ഇറ്റ് ഇസ്. BC, BD, BE ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ BC, ഇവിടെ ഒന്ന് BD, പിന്നെ ഒന്ന് BE. അങ്ങനെ 3 കോഡിലേക്കാണ് അവർ എടുക്കുന്നത്. ഫില്ലപ്പ് ദ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഓക്കെ. സബ്മിറ്റ് CV. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പം നമുക്ക് ഇനി അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിക്കുക. നിങ്ങൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ തരും. ആ ലിങ്കിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് പോവുക. ഓക്കെ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിലേക്കാണ് വരിക. ഈ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ആ ബാംഗ്ലൂർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതാ ഇവിടെ കാണുന്ന ഈ ഇതുണ്ടല്ലോ, ഒരു മിനിറ്റ്, ഈ ആൾ ജോബ്സ്, ഇത് കാണുന്നില്ല ആൾ ജോബ്. ഈ ആൾ ജോബ്സിൽ പ്രസ് ചെയ്യാം. ഓക്കെ. ആൾ ജോബ്സിൽ പ്രസ് ചെയ്താൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ വരും. ഇപ്പോൾ നോക്കൂ, ഈ സ്ക്രീൻ വന്നു. ആൾ ജോബ്സിൽ പ്രസ് ചെയ്തു, ഈ സ്ക്രീനിൽ വന്നു. അപ്പോൾ അതിൽ അവിടെ കുറേ വേക്കൻസികൾ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അടിയിൽ നോക്കൂ, ഇത് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ ഹെവി ട്രക്ക്, ബസ് ഓർ കമേഴ്സ്യൽ വെഹിക്കിൾസ്. ഇത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ. ഇനി ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകണം നോക്കാം. ഓക്കെ. ഇത് ഇങ്ങനെ വന്നു. ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ ഹെവി ട്രക്സ് ആൻഡ് ബസ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കോഡ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും. എവിടെ 25,002 BE, 25,002 BE. ഇത് അവിടെ കാണും നിങ്ങൾക്ക് BE. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ആദ്യം മുതൽക്കുള്ളത് നോക്കാം. ആദ്യം മുതൽക്കുകൾ നോക്കുമ്പോൾ 25,002 BC.
25,000 ടു BC, അത് ഓർമ്മിക്കുക. എന്നിട്ട് ഇതിൽ വരിക, എന്നിട്ട് ഇവിടെ ഈ സെർച്ച് ജോബ്സ് ഉണ്ടല്ലോ, ഇവിടെ അടിച്ചു കൊടുക്കുക അത്. ഓക്കെ, ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അടിക്കുന്നുണ്ട് 25,000 ടു BBC. ഇത് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു, സെർച്ച് അമർത്തി. ഓക്കെ, സെർച്ച് അമർത്തിയപ്പോൾ നോക്കൂ, ഇവിടെ എന്താ വന്നത്, ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ഇന്ത്യ ബാംഗ്ലൂർ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിലേക്കാണ് വരേണ്ടത്. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, ഇതിൽ അപ്ലൈ ചെയ്യണം, അപ്പോഴാണ് നിങ്ങളെ വിളിക്കുള്ളൂ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ ഉള്ള സമയത്ത്. ഇനി നമ്മൾ ഇതിലൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയി. ഇതാ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്, ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ബാംഗ്ലൂർ. ഓക്കെ, ഇത് എവിടേക്കാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കാണ് വിളിക്കുന്നത്. ഏതാണ്, ആഫ്റ്റർ സെയിൽസ് ടെക്നിക്കലാണ് ഒരു ഡിപ്പാർട്ട്മെന്റ്. അൽതേർ മോട്ടോഴ്സ് ആണ് കമ്പനി. അൽതേർ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ UAE ദുബായിൽ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഈ അൽതേർ മോട്ടോഴ്സ് അൽതേർ ഗ്രൂപ്പ് എങ്ങനത്തെ എത്ര ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അടിപൊളി സൂപ്പർ, ഇവിടുത്തെ വലിയൊരു ഗ്രൂപ്പാണ് അവർ. ഓക്കെ, അവർക്ക് മോട്ടോഴ്സ് മാത്രമല്ല വേറെയും പല ഇതുമുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനിയെ പറ്റി പഠിക്കാനേ ഇല്ല, നിങ്ങൾ ഇതിൽ കറക്റ്റായി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ബാംഗ്ലൂർ നിങ്ങളെ ഇൻ്റർവ്യൂവിനുള്ള ഇമെയിൽ വന്നാൽ ഇമെയിലിൻ്റെ പ്രിൻറ്റും ബാക്കി ഡോക്യുമെൻറ്റ്സ് എടുത്ത് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അവരുടെ ഓഫർ ലെറ്റർ മേടിക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ. കമ്പനിയെ പറ്റി ഒന്നും പഠിക്കാനില്ല. ഇവിടുത്തെ ഏറ്റവും നല്ല കമ്പനികളിലെ ഏറ്റവും നല്ല കമ്പനി 5 കമ്പനികൾ എടുത്ത അതിലത്തെ കമ്പനിയാണ് ഈ അൽതേർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ഇവിടെ ഇതിലെ അൽതേർ മോട്ടോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കോഡിലാണിത്. അപ്പോൾ ഇനി അടുത്തത് എന്താ അപ്ലൈ ചെയ്യുക, അപ്പം നിങ്ങൾക്കിത് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് ജോബ് അവർ പറയുന്നത് എന്നുള്ളത്. അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജോബ് പർപ്പസ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതെല്ലാം വായിച്ച് നോക്കുക. അതെല്ലാം നിങ്ങളായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഇനി വീണ്ടും ഒരു ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, പിന്നെ ITI 3 to 5 experience, must be able to communicate fluently in English അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റണം. should be able to carry out all kinds of mechanical repairs including advanced diagnosing, troubleshooting or complex issues. അതൊന്നും അത്ര പേടിക്കാനില്ല, നിങ്ങൾക്ക് ആൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് അതിൽ മെച്ചപ്പെടാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തത് BC അല്ലേ, ഒരു മിനിറ്റ്, അതെ BC. അതേപോലെ നിങ്ങൾ ഇതിനാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ 25,000 BD, ഏത് ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നു 25,000 ടു BD കൊടുത്തു. ഇവിടെ ഇപ്പോൾ BC ആണ് ഇരിക്കുന്നത്, കണ്ടില്ലേ, ഇത് അവിടെ കാണാനില്ലേ ഇത്. ഇനി നമുക്ക് BD, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ BD അതുകൊന്നു ഇതാ വന്നു 25,000 ടു BD. ഇതവിടെ ആൾറെഡി വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ബാംഗ്ലൂർ. ഓക്കെ, ഇത് അമർത്തുന്നു, പ്രസ് ചെയ്തു ഞാൻ. അപ്പോൾ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഓട്ടോമാറ്റിക് ടെക്നീഷ്യൻ ഇലക്ട്രിക് വെഹിക്കിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കുന്നത്. ഇതും എവിടേക്കാണ്, UAE ഇതും ഏതാണ്, സെയിം കമ്പനിയാണ്, അവരുടെ ആഫ്റ്റർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, അൽതേർ മോട്ടോഴ്സ് ആണ്. അതിൻ്റെ കോഡ് ഇതാണ് 25 BD. ഓക്കെ, ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഒന്നുമില്ല, ഈ അപ്ലൈ ജോബ്സ് എന്നുണ്ടല്ലോ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ നെയിം കാര്യങ്ങളെല്ലാം അടിക്കാനുള്ള ഇത് വരും. എന്നിട്ട് അതിൽ എല്ലാം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ID, വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, അതിലേക്കാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം നോക്കിയതുണ്ട് 25,000 ടു BE, അതാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്നാലും ഒന്ന് കാണിക്കാം. ഇതാ ഇവിടെ വന്നു 25,000 ടു BE, ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വന്നു, അത് നമ്മൾ പ്രസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ക്യാമ്പയിൻ ബാംഗ്ലൂർ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ ഇതിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഞാൻ നിങ്ങളെ ബാംഗ്ലൂർക്ക് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഹെവി ട്രക്ക്, ബസ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്. ഓക്കെ, ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കാണ്. ഇത് വന്നിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ്, ആഫ്റ്റർ സെയിൽസ് ടെക്നിക്കൽ, കമ്പനിയുടെ പേരാണ് അൽതേർ മോട്ടോഴ്സ്. അതിന്റെ ജോബ് കോഡാണ് 25,000 ടു BE. ഓക്കെ, അതും നിങ്ങൾ ഇതേപോലെ എന്താ പറയുക, അപ്ലൈ ഫോർ ജോബ് പ്രസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് വരും, അതിന്റെ സ്ക്രീൻ വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇത് വന്നു, ഇത് I അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അപ്ലൈ ഫോർ ജോബ് കൊടുത്ത് നിങ്ങൾക്ക് ആ സ്ക്രീൻ വരും. സ്ക്രീനിൽ നിങ്ങളുടെ പേര് കാര്യങ്ങൾ അത് ഒന്ന് ആദ്യം ഒരു ഇതുണ്ടാവും, I അക്സെപ്റ്റ് കൊടുക്കുക, അപ്ലൈ ഫോർ ജോബ് അത് കൊടുക്കുക. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ഇമെയിൽ ID, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, എവിടെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഡേറ്റും എനിക്ക് തോന്നുന്നു 22 നവംബർ ഒക്കെ ആയിട്ടാണത് അവിടെ ബാംഗ്ലൂർ ഏതൊരു ഹോട്ടലിൽ വെച്ചിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഇമെയിൽ വന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് അങ്ങോട്ട് ഡയറക്റ്റായി ചെന്ന് കഴിഞ്ഞാൽ ആരെയും അവർ അലോ ചെയ്യില്ല. അവർ ആദ്യം ചോദിക്കുക ഇതാണ് ഇമെയിൽ, എന്താണ് പറയുക, നിങ്ങളുടെ വന്ന ഇമെയിൽ കാണിക്കാൻ പറയും, പ്ലസ് അതിലൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അവിടെ ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളെ കയറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല കമ്പനിയാണ്, ഒന്നും പേടിക്കാനില്ല. ഓക്കെ, താങ്ക് യു.